ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രേവതിയും സച്ചിയും കൂടി വഴക്കിടുന്നത് കേട്ടിട്ട് സച്ചിയുടെ അടുത്ത് രവീന്ദ്രൻ പറയുന്നുണ്ട് അവളുടെ അടുത്ത് വഴക്കിടരുത് എന്നും രണ്ടുപേരും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. രവീന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ സച്ചി മൂളുന്നുണ്ടെങ്കിൽ പോലും രേവതിയോട് പണ്ടത്തെ ഇഷ്ടമൊന്നുമില്ല കേട്ടോ സച്ചിക്ക്. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാട്ടോ. ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. പിറ്റേ ദിവസം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കിയിട്ട് രേവതി വന്നിട്ട് രവീന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛ വാ ഭക്ഷണം കഴിക്കാം, നേരത്തിന് മരുന്ന് കഴിക്കാനുള്ളതല്ലേ. ആ ശരി മോളെ എന്ന് പറഞ്ഞിട്ട് ഡൈനിങ് ടേബിളിൽ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതിയും അതുപോലെ ശ്രുതിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രമതി പറയുന്നത്, ഒരു കണക്കിന് വീട് വിട്ട് പോയവള് തിരികെ വന്നത് നന്നായി, അല്ലെങ്കിൽ ഈ വീട്ടിലെ ജോലി മൊത്തം ഞാൻ ചെയ്യേണ്ടി വന്നേനെ. ഇനി എനിക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാലോ, വാ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടിയിട്ട് ചന്ദ്രമതി ഡൈനിങ് ടേബിളിന് അങ്ങോട്ടേക്ക് പോവുകയാണേ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയല്ലേ, ഇനിയും ചെയ്യണോ എന്നുള്ള കാര്യം ചോദിച്ചും കൊണ്ടാണ് രേവതിക്ക് അരികിലേക്ക് വരുന്നത്. ഇല്ല, എല്ലാം ഉണ്ടാക്കി എന്നുള്ള കാര്യം രേവതി പറയാണ്. അങ്ങനെ പാത്രം തുറന്നു നോക്കുന്ന സമയത്ത് പൂരിയും മസാലയുമാണ് കേട്ടോ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പക്ഷേ ശ്രുതി പറയുന്നത്, രാവിലെ തന്നെ ഇത്രയും ഓയിലി ആയിട്ടുള്ള ഫുഡാണോ കഴിക്കുന്നത്? അപ്പോഴേക്കും ചന്ദ്രമതി പ്ലേറ്റ് മാറ്റാണ് കേട്ടോ. അതെ അതെ, എന്തിനാ രാവിലെ തന്നെ പൂരി ഉണ്ടാക്കിയത്? എന്നിട്ട് അതിൽ നിന്ന് ഒരു പൂരി എടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് നോക്ക് എന്തോരം എണ്ണ ഇതിനകത്തുള്ളത്, ഒരു ടിൻ എണ്ണയുണ്ടല്ലോ ഇതിനകത്ത് എന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മേ ഇതിനാണോ ഒരു ടിൻ എണ്ണ എന്ന് പറയുന്നത്? ടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ വിരലിന്റെ സൈസേ ഉണ്ടാവുള്ളൂ. എന്താടി കളിയാക്കാണോ? എന്തിനാ നീ പൂരി ഉണ്ടാക്കിയത്? തുടർന്ന് ശ്രുതി, ഇതെല്ലാം കഴിച്ചിട്ടാണ് കൊളസ്ട്രോൾ കൂടുന്നത്, അങ്കിളിന് ഹേർട്ടിൽ കുഴപ്പം വരാനുള്ള റീസൺ ഒരു പക്ഷെ ഇതും ആയിരിക്കും. അപ്പോഴേക്കും ചന്ദ്രവതി അതിനെ സപ്പോർട്ട് ചെയ്യാണ്. അതെ, എന്തായാലും ഇത് തന്നെ കാരണമായിരിക്കും, ഇവിടെ കാരണമാണ് ഈ വീട്ടിലെ എല്ലാ പ്രശ്നവും നടക്കുന്നത്. എടി, ഈ മനുഷ്യൻ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നതാണ്, ഇവര് നല്ല രീതിയിൽ ജീവിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? വീണ്ടും ഇവർക്ക് എന്തെങ്കിലും ആകാൻ വേണ്ടിയിട്ടാണോ? അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാന് അച്ഛന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കേൾക്കുമ്പോ ചന്ദ്രമതി ഓ എന്നുള്ള രീതിയിലായി പോവാണ്. അച്ഛ ഇത് കഞ്ഞി എന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. തുടർന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട്, രേവതി എല്ലാം കണ്ടറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്, നീ എന്തിനാ ആവശ്യമില്ലാതെ സംസാരിക്കുന്നത്? അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അങ്കിൾ ഞങ്ങളും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കും കൊളസ്ട്രോൾ കൂടും, എന്തിനാ പൂരി ചെയ്യുന്നത്? വേറെ എന്തെങ്കിലും ഉണ്ടാക്കിക്കൂടെ? സച്ചിയേട്ടന് ഇത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പോഴേക്കും ചന്ദ്രമതി, ഈ വീട്ടില് അവൻ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ആരും ഇല്ലേ? ആർക്ക് എന്ത് വേണമെന്നുള്ള കാര്യം ചോദിച്ച് ചെയ്യാൻ പാടില്ലേ? അപ്പോഴേക്ക് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, എല്ലാവരുടെ അടുത്തുനിന്നും ഓർഡർ എടുത്ത് ചെയ്യാൻ ഇതെന്താ ഹോട്ടലാണോ? കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചതാണ്, അത് എടുത്ത് കഴിക്കാതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. പിന്നെ ഭയങ്കര കഷ്ടപ്പാടല്ലേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതെന്താ മലമറിക്കുന്ന പോലെ പണിയാണോ? ഇവൾക്ക് ഈ വീട്ടിൽ ആരും നല്ലപോലെ നടക്കുന്നത് ഇഷ്ടമല്ല. ഇങ്ങനത്തെ എണ്ണ പലഹാരങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ട് ഞങ്ങളും അത് കഴിച്ചിട്ട് ഗുണ്ടുമണികളാവണോ എന്നുള്ള കാര്യമാണ് ഇവള് ചിന്തിക്കുന്നത്. ഞങ്ങളൊന്നും സ്ലിം ആയിട്ടിരിക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആര് സ്ലിം ആണെന്ന്? എന്താ ഞാൻ സ്ലിം അല്ലേ? കുറച്ച് ഉരുണ്ടിട്ടാണെന്നല്ലേ ഉള്ളൂ. ഇങ്ങനെ ഇരിക്കുന്നതിന് എന്തോ പറയില്ലേ ശ്രുതിമോളെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അത് ചബ്ബി എന്ന് പറയും. അതെ, ഞാൻ ചബ്ബി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവളും ഇനിയും എന്നെ തടിപ്പിച്ചിട്ട് എനിക്ക് നെഞ്ചുവേദന ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. നീ ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ ഉണ്ടാക്കിയെന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് ചോദിക്കുമ്പോ അവർക്ക് കുറെ ദിവസമായല്ലോ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട്, പുറത്തൊക്കെ പോയിട്ട് വരുന്നതല്ലേ, നന്നായിട്ട് കഴിച്ചിട്ട് പോട്ടെ എന്ന് കരുതി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സച്ചി വരുന്നുണ്ട്. ഞാനെന്താ നിന്റെ അടുത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞോ? അപ്പോഴാണ് സച്ചി രവീന്ദ്രൻ അവിടെ ഇരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഓർക്കുന്നത്. എന്നിട്ട് കുറച്ച് മയത്തിൽ പറയുന്നുണ്ട്, എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോയത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോഴേക്കും സച്ചിന്റെ ആ ഒരു മയത്തിലുള്ള സംസാരം ചന്ദ്രമതിയുടെ ശ്രദ്ധയപ്പെടുന്നുണ്ട്. അതിലടാ, അവള് ചെയ്ത തെറ്റുകള് അവൾക്ക് ന്യായീകരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അതുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കിയിട്ട് നിന്നെ നൈസായിട്ട് കയ്യിലെടുക്കുക എന്നുള്ള ഇവള് വിചാരിച്ചത്. ചെറിയ കുട്ടികൾക്ക് മിഠായി ഒക്കെ കൊടുക്കുന്നത് പോലെ ഇവള് നിനക്ക് പൂരിയൊക്കെ ഉണ്ടാക്കി തന്നിട്ട് അവളുടെ വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഒരു പൂരി മസാലയില് വീഴണോ എന്നുള്ള കാര്യം നോക്ക്, അത്രേ ഉള്ളൂ. തുടർന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ, അമ്മേ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ട് ഉണ്ടാക്കിയതല്ല, നാട് മുഴുവൻ വണ്ടി ഓടിച്ച് നടക്കുന്നതാണ്, രാവിലെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ദിവസം നന്നായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഇഷ്ടമില്ലാതെ എന്ത് കഴിച്ചു കഴിഞ്ഞാലും അത് നന്നായി ആ ദിവസം തന്നെ നന്നായിരിക്കില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചി ഇങ്ങനെ അടക്കം പറയുന്നത് പോലെ പറയുന്നുണ്ട് കേട്ടോ, നിന്റെ കൈ കൊണ്ട് എന്തുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാലും അത് എനിക്ക് ഇഷ്ടമില്ലാതെ കഴിച്ചതുപോലെ തന്നെ ആകും, ആ ദിവസം തന്നെ അങ്ങ് പോയി പോവും. ഇത് ചന്ദ്രമതി കേട്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അതെന്താണെന്നുള്ള കാര്യം രവീന്ദ്രൻ ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല അച്ഛ, അവളുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തതല്ലേ. തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയുടെ അടുത്ത്, സച്ചിയേട്ട എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമായത് കൊണ്ടല്ലേ ഞാൻ ഉണ്ടാക്കിയത്?
ഇപ്പോ സച്ചിയേട്ടന് പൂരി ഇഷ്ടമല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ എനിക്ക് ആദ്യം ഇഷ്ടമായിരുന്നു, ഇനി എനിക്ക് ഇഷ്ടപ്പെടില്ല, മതിയായില്ലേ? ഇത് കേൾക്കുമ്പോ രേവതി ചോദിക്കുന്നുണ്ട് ഇപ്പോ പൂരി ഇഷ്ടമല്ല എന്നാണോ അതോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും എല്ലാതും കൂടി കൂടിയിട്ടാണ് പറഞ്ഞത്. ഇതെല്ലാം കേട്ടിട്ട് രേവതിക്ക് സങ്കടാവുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കണ്ട് ആസ്വദിക്കുന്നത് ചന്ദ്രമതിയാണ് കേട്ടോ. എന്തു പറ്റി രേവതി, നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ? പൂരി ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവൻ നിന്റെ വഴിക്കൊന്ന് വരുന്നു വിചാരിച്ചു. തുടർന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, ചന്ദ്രമതി നിനക്കെന്താ മിണ്ടാതിരിക്കാൻ വേണ്ടി പറ്റില്ലേ? സച്ചി ഇരുന്ന് കഴിക്ക്. ഇല്ല അച്ഛാ, എനിക്കെന്തോ വയറിന് അത്ര സുഖമില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ നിനക്ക് വേണ്ടിയിട്ടല്ലടാ ചെയ്തത്, മര്യാദയ്ക്ക് ഇരുന്ന് കഴിക്ക്. അങ്ങനെ രേവതി ഭക്ഷണം വിളമ്പാൻ വേണ്ടി പോവാണ്. സച്ചി അവിടെ ഇരിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവും, ഇവളുണ്ടാക്കിയത് അവൻ എങ്ങനെ കഴിക്കും? ഇവള് കാരണമല്ലേ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഇരുന്നത്, ഹോസ്പിറ്റലിലും പോയിട്ട് വന്നു. ഇവനല്ലേ നിങ്ങൾക്ക് വേണ്ടി അവിടെ ഇവിടെയൊക്കെ ഓടി വലഞ്ഞത്. ഇതെല്ലാം അത്ര പെട്ടെന്ന് അവൻ മറന്നു പോവോ? ചന്ദ്രമതിയുടെ സംസാരം കേട്ടിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. രവീന്ദ്രൻ ഇങ്ങനെ നോക്കുമ്പോഴേക്കും ചന്ദ്രമതി നൈസായിട്ട് പറയുന്നുണ്ട് എത്ര വലിയ അപമാനമാണ് അവൾ നിങ്ങൾക്ക് മേടിച്ചു തന്നത്, അതൊക്കെ ഇവൻ എത്ര പെട്ടെന്ന് മറക്കാൻ വേണ്ടി പറ്റുമോ? തുടർന്ന് രവീന്ദ്രൻ നിന്റെ അടുത്ത് മിണ്ടാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇരിക്കാൻ വേണ്ടി പോയ സച്ചി അവിടുന്ന് പോവാണ്. അച്ഛാ ഞാൻ പോവാണെന്ന് പറഞ്ഞ് വേഗം അങ്ങ് പോവാണ് കേട്ടോ. എടാ നീ കഴിച്ചിട്ട് പോടാ എന്നുള്ള കാര്യം പറയുമ്പോ ഇല്ല അച്ഛാ എനിക്കിതാ ട്രിപ്പിന് സമയമായി, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവാണ് കേട്ടോ. ഇതെല്ലാം കണ്ടിട്ട് ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിന് ശേഷം രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതിയുടെ അടുത്ത് ഇപ്പോ നിനക്ക് സമാധാനമായില്ലേ? അവൻ ഭക്ഷണം കഴിക്കാണ്ട് പോയപ്പോ അവൻ പുറത്ത് പോയിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിച്ചോളും, നിങ്ങൾ അത് വിട്ടേക്കെന്ന് പറയാണേ. തുടർന്ന് അങ്ങോട്ട് സ്തുതി വരുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്നെ കൂട്ടാതെ ഭക്ഷണം കഴിക്കുകയാണോ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ചാടി കയറിങ്ങാണ്ട് ഇരിക്കുകയാണ്. എന്നിട്ട് പൂരി മസാലയാണോ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വേഗം ആക്രാന്തത്തിൽ കഴിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ പൂരി ഒന്നും കഴിക്കരുത് എന്നുള്ള കാര്യം നിന്റെ അടുത്ത് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അതെ പറഞ്ഞിട്ടുണ്ട്. രാവിലെ തന്നെ എണ്ണയിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വല്ലായ്മ വരും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചിലർക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് രേവതിയുടെ മുഖത്തോക്കി പറയാണേ. അപ്പോഴേക്കും ചന്ദ്രമതി അതൊക്കെ പഠിച്ചവർക്കല്ലേ അറിയുള്ളൂ, നീ വലിയ വീട്ടിൽ നിന്ന് വന്നവളാണ്, അതുകൊണ്ട് നിനക്കതെല്ലാം അറിയാം. പൂ കെട്ടുന്നവർക്കൊക്കെ എങ്ങനെ അതിനെക്കുറിച്ച് അറിയാം? എന്ത് സംസാരമാണ് ചന്ദ്ര ഇതെന്നുള്ള കാര്യം രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെ മെഴുക്കുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ടില്ലേ നിങ്ങൾക്ക് നെഞ്ചുവേദന വന്നത്? അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് 1-2 കഴിച്ചെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ശ്രുതി, വിഷച്ചെടിയിൽ നിന്ന് ഒരില പറിച്ചിങ്ങാണ്ട് കഴിച്ചാലും അത് വിഷം തന്നെയാണ്. ശരിയാണ് മോളെ, ഇനി ഈ വീട്ടില് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം നീ തന്നെ ഒരു മെനു ഉണ്ടാക്കി കൊടുക്ക്. നോക്ക് രേവതി, ഇനി നീ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ശ്രുതിയുടെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യണം. എണ്ണയൊക്കെ എത്ര ഉപയോഗിക്കണം എന്നുള്ള കാര്യം അവളുടെ അടുത്ത് ചോദിക്കണം, മനസ്സിലായോ? ചന്ദ്ര എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ഇനി നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട, എല്ലാവരുടെ ശരീരവും നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കണം, അതുകൊണ്ട് പറഞ്ഞതാണ്. ഈ പൂരിയെല്ലാം എടുത്തിട്ട് വേസ്റ്റിൽ കൊണ്ടുപോയിട്ടേക്കെന്ന് പറയണേ. തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് അന്ന് ABC ജ്യൂസ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കി, ഇപ്പോൾ അതിന്റെ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ കഴിച്ചാലേ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുള്ളൂ. ആൻറ്റി വാ, ഞാൻ ABC ജ്യൂസ് ഉണ്ടാക്കി തരാം എന്നുള്ള കാര്യം പറയുമ്പോൾ അയ്യോ ആ ജ്യൂസോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ. അതെ നല്ലതല്ലായിരുന്നു ആൻറ്റി? അതെ 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 നല്ലതാണ്, നമുക്ക് കുടിക്കാം വാ എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോകുമ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് അതുണ്ടാക്കാൻ ടൈം എടുക്കില്ലേ, ഇന്നിപ്പോ ഒരു ദിവസം ഇത് കഴിക്കാന്ന് പറഞ്ഞിട്ട് പൂരി എടുത്ത് പ്ലേറ്റിലിടാണ്. ശ്രുതി വാ ഞാൻ നിനക്ക് ജ്യൂസ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് വലിച്ചോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയും അതുപോലെ ചന്ദ്രപതിയും പൂരിയെ നോക്കി വെള്ളം ഇറക്കിക്കൊണ്ട് പോവാണ് കേട്ടോ ശ്രുതിയുടെ പുറകെ തന്നെ. അത് കഴിഞ്ഞ് രേവതി ആണെങ്കിൽ അവിടുന്ന് പോകുന്ന സമയത്ത് രേവതി എന്ന് പറഞ്ഞ് വിളിക്കാണ് കേട്ടോ രവീന്ദ്രൻ. അവരുടെ കാര്യം നോക്കണ്ട, മോൾ ഇവിടെ ഇരുന്ന് കഴിക്ക്. വേണ്ട അച്ഛാ, സച്ചിയേട്ടൻ കഴിക്കാണ്ടല്ലേ പോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ല, അവൻ പുറത്തുനിന്ന് കഴിച്ചോളൂ, അവന്റെ ദേഷ്യം കുറഞ്ഞിട്ടില്ല, വഴിയെ അതെല്ലാം ശരിയായിക്കോളും, മോൾ ഇവിടെ നിന്ന് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തിയിട്ട് രേവതിയെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുകയാണ് കേട്ടോ. തുടർന്ന് കാണിക്കുന്നത് ശ്രീകാന്തിനെയാണ് കേട്ടോ. ശ്രീകാന്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും വർഷയാണെങ്കിൽ പുറത്ത് പോയിട്ട് വന്നേ. ഇത്ര പെട്ടെന്ന് എണീറ്റോ ശ്രീകാന്ത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ രാവിലെ തന്നെ എവിടെ പോയതായിരുന്നു വർഷേ? ഡബ്ബിംഗ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഡബ്ബിംഗ് ഒന്നുമില്ല, ഞാൻ ഷോപ്പിങ്ങിന് പോയതായിരുന്നു. ഇത്ര നേരത്തെയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഫെസ്റ്റിവലല്ലേ വരുന്നത്, അതിന് വേണ്ടിയുള്ള പർച്ചേസിംഗ് ആയിരുന്നു. നീ വിളിച്ചായിരുന്നെങ്കിൽ ഞാനും വരുമായിരുന്നല്ലോ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ നീ ടയർഡായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കല്ലേ, അതാണ് നിന്നെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വിചാരിച്ചത്. അതുമാത്രമല്ല നിനക്ക് സർപ്രൈസ് തരണമെന്നും കൂടി തോന്നി. അങ്ങനെ ഒരു ഷർട്ട് എടുത്തിട്ട് കാണിച്ചിട്ട് ഇങ്ങനെ ദേഹത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിന്റെ. എന്നിട്ട് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണെ. ഇഷ്ടപ്പെട്ടോ എന്ന് പറയാണ് ശ്രീകാന്ത്. നീ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വന്ന് സെലക്ട് ചെയ്ത് തരില്ലായിരുന്നോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട് കേട്ടോ നിന്റെ ടേസ്റ്റ് എന്താന്നുള്ള കാര്യം എനിക്കറിയില്ലേ, നിന്നെ കൂട്ടിക്കൊണ്ട് പോയാൽ ബോറായിരിക്കും. അതെ അത് ശരിയാ, എന്റെ സെലക്ഷൻ ബോറിംഗ് ആയിരിക്കും എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു പിണക്കഭാവത്തിൽ പറയാണേ. ഹലോ, എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് വേദനിപ്പിക്കുകയാണല്ലേ, എന്റെ കാര്യത്തിൽ മാത്രമാണ് നിനക്ക് ഫുൾ മാർക്ക് ഉള്ളത്. എന്റെ ഡ്രസ്സ് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. സാരിയാണ്.
നന്നായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറയാണ്. അത് കഴിഞ്ഞിട്ട് സാരി മേടിച്ചു വെച്ചതിന് ശേഷം കൈ കാണിക്കാൻ വേണ്ടി പറയുന്നുണ്ടേ. എന്താ കൈ നോക്കാൻ വേണ്ടി പോവാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ, നിന്റെ കൈ നോക്കിയിട്ട് പറയാം, നിനക്ക് നല്ലൊരു വൈഫിനെ കിട്ടിയെന്നൊക്കെ കൈ നോക്കിയിട്ട് പറയുന്നുണ്ടേ. നിന്റെ ലൈഫ് നന്നായിരിക്കും, അതുമാത്രമല്ല ഇന്ന് നിനക്ക് ലക്കി ആയിട്ടുള്ള ഒരു ദിവസമാണ്, പുതിയൊരു ജ്വല്ലറി കിട്ടും. ജ്വല്ലറി എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത്. അങ്ങനെ ഒരു റിങ് എടുത്തിട്ട് കയ്യിലിട്ട് കൊടുക്കുന്നുണ്ട്. റിങ് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തിനാ ഇതല്ല എന്നുള്ള കാര്യം. ഇത് നമ്മുടെ ഫസ്റ്റ് ഫെസ്റ്റിവൽ ആണ്, അതുകൊണ്ട് തന്നെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് മോതിരം, ചെയിന് എന്നിവയൊക്കെ കൊടുക്കും. ഞാൻ സീരിയലിൽ ഡബ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. എന്തായാലും എന്റെ വീട്ടിൽ നിന്ന് ഇതൊന്നും മേടിച്ചു തരാൻ വേണ്ടി പോകുന്നില്ല, അതുകൊണ്ട് അവർക്ക് പകരമായിട്ട് ഞാൻ തന്നെ ഇത് മേടിച്ചോണ്ട് വന്നതാണ്. എന്താ ഇഷ്ടായോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരുപാട് ഇഷ്ടായി എന്ന് പറയാണ് ശ്രീകാന്ത്. ഈ ഫെസ്റ്റിവൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മയിലൂടെ ഈ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യണം. സ്വീറ്റ് കുക്കിംഗ് എല്ലാം നിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്, ക്രാക്കേഴ്സ് ഒക്കെ നമുക്ക് പിന്നെ മേടിക്കാം. ഇന്ന് നമുക്ക് പുറത്തു പോയാലോ, എന്നിട്ട് ഒരു സിനിമയൊക്കെ കണ്ടു വന്നാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രീകാന്തിന് ഭയങ്കര വിഷമാവുന്നുണ്ട്. ശ്രീകാന്തിന് എന്തോ ഒരു ഡൾനെസ് പോലെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പെട്ടെന്ന് ശ്രീകാന്ത് ഡള്ളായത്? ഒന്നുമില്ല, എന്റെ വീട്ടുകാരെ എനിക്ക് ഓർമ്മ വന്നു. ഫെസ്റ്റിവൽ ടൈം ഞങ്ങളുടെ വീട് ഭയങ്കര ജോളി ആയിട്ടിരിക്കും. ഫെസ്റ്റിവൽ വരുമ്പോഴേക്കും അച്ഛന്റെ അമ്മയൊക്കെ വീട്ടിലേക്ക് വരും. വീട്ടില് ഒരുപാട് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. രാവിലെ മുതൽ രാത്രി വരെ വീട്ടില് പടക്കമൊക്കെ പൊട്ടിക്കും. ആ ദിനങ്ങളൊക്കെ ഒരുപാട് സന്തോഷകരമായിരിക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ ശരി, നമുക്കും അതുപോലെ തന്നെ ഇപ്രാവശ്യം ജോളിയാക്കാം. നമ്മൾ രണ്ടുപേരും ചേർന്നിട്ട് ഫെസ്റ്റിവൽ നമ്മൾ ആഘോഷിക്കും, എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. ഓക്കെ ആണോ? ഇനി എന്താ മുഖം ഡള്ളായിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛനെ ഓർമ്മ വന്നു എന്ന് പറയണേ ശ്രീകാന്ത്. അതല്ലേ, അച്ഛൻ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് സുഖമായിട്ട് വീട്ടിൽ തിരിച്ചെത്തിയില്ലേ, പിന്നെ എന്താണ് പ്രശ്നം? നല്ല ദിവസങ്ങളിൽ നീ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് സാഡായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ദിവസങ്ങൾ ഉണ്ടാവില്ല. നമുക്കുള്ള ടൈം കുറച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത കെയർലെസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ചെറിയ ചെറിയ മൊമെന്റ്സും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. നിന്റെ കൂടെയുള്ള ഓരോരോ നിമിഷവും ഞാൻ ഭയങ്കര പ്രഷ്യസ് ആയിട്ടാണ് വിചാരിക്കുന്നത്. നമ്മളെ കുറിച്ച് കുറച്ചെങ്കിലും ചിന്തിക്ക്, ഓക്കെയാ? അങ്ങനെ ചീക്സ് പിടിച്ചിങ്ങനെ ഇതാക്കുന്ന സമയത്ത് ഓക്കെ അല്ലേന്ന് വീണ്ടും ചോദിക്കുകയാണെ. ശരി എന്ന് പറഞ്ഞിട്ട് ഹാപ്പി ആവാണ് കേട്ടോ ശ്രീകാന്ത്. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് ശ്രീകാന്ത് എന്ന് പറയുമ്പോൾ ദോശ കഴിക്കുക എന്നുള്ള കാര്യം ചോദിക്കുകയാണെ. ഊട്ടി തായ എന്ന് പറയാണ്. അങ്ങനെ കിച്ചന്റെ അവിടെ പോയിട്ട് ദോശയൊക്കെ എടുക്കാണ് കേട്ടോ ശ്രീകാന്ത്. നീ എപ്പോഴും നിന്റെ ഫാമിലിയെ കുറിച്ച് ഓർത്തിട്ട് സങ്കടപ്പെടണ്ട. നിന്റെ ഫാമിലി എന്ന് പറയുന്നത് ഇപ്പൊ ഞാനാണ്. നമ്മളുടെ ഓരോരോ ഗുഡ് മെമ്മറീസ് ഓർത്തിട്ട് നമ്മൾ സന്തോഷിക്കണം. ഓക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഓക്കെ പറയാണ് ശ്രീകാന്ത്. അത് കഴിഞ്ഞിട്ട് ദോശയൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വർഷയ്ക്ക്. തുടർന്ന് കാണിക്കുന്നത് സച്ചിയാണ് കേട്ടോ. സച്ചിക്ക് അരികിലേക്ക് സച്ചിയുടെ ഫ്രണ്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ ട്രിപ്പൊന്നും കിട്ടിയില്ല എന്നുള്ള കാര്യം? ആരെങ്കിലും വരണ്ടടാ, എന്നാലല്ലേ പോവാൻ പറ്റുള്ളൂ. എന്തോ മനസ്സിനാകെ ഒരു വിഷമം എന്നുള്ള കാര്യം പറയുമ്പോൾ അതെന്തിനാടാ, നിന്റെ അച്ഛൻ സുഖമായിട്ട് വീട്ടിലേക്ക് വന്നില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്, നന്നായിട്ട് ഇരിക്കുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛന് കുഴപ്പമൊന്നുമില്ല, കുറച്ചു കാലം നന്നായിട്ട് സൂക്ഷിക്കണം എന്നുള്ള കാര്യമാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കയ്യിലെ കാശൊന്നും നിൽക്കുന്നില്ലടാ, ഓപ്പറേഷന് വേണ്ടിയിട്ട് കാറ് വരെ വിറ്റു. അത് തന്നെയാടാ എനിക്കും കഷ്ടമായിട്ട് തോന്നുന്നത്. ആ കാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാശ് ചെലവ് ചെയ്തു, അതെല്ലാം വേസ്റ്റ് ആയി പോയില്ലേ? അതൊന്നും കുഴപ്പമില്ലടാ, അച്ഛൻ നല്ലപോലെ ഇരിക്കുന്നില്ലേ, അത് മതി. എന്ത് ചെയ്യാനടാ, ഇപ്പൊ ഡ്യൂ കെട്ടണം, പിന്നെ കാറിന്റെ വാടക കെട്ടണം. ആ ഫൈനാൻസിന്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ അയാള് പണം കെട്ടിയിട്ടില്ലെങ്കിൽ തന്നെ ഭയങ്കര പ്രശ്നക്കാരനാണ്. അത് പോരാത്തതിന് നീ അയാളുടെ ഷർട്ടിന്റെ കോളർ കയറി പിടിക്കുകയും ചെയ്തു. എന്തിനാടാ നീ അവരുടെ അടുത്തൊക്കെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്? എടാ, അവൻ അച്ഛനെ കുറിച്ചിട്ട് എന്താ പറഞ്ഞെന്നുള്ള കാര്യം അറിയോ? അത് കേട്ടിട്ട് ഞാൻ വെറുതെ ഇരിക്കണമെന്നാണോ നീ പറയുന്നത്? അതല്ലടാ, അയാള് ആകെ ഒരു കുരുത്തം കെട്ട സാധനമാണ്. അവൻ എന്തെങ്കിലും ചെയ്താലോ? അവനെ വിശ്വസിച്ചിട്ടല്ലേ നമ്മളെല്ലാരും കാർ ഓടിക്കുന്നത്. നീ എന്താ അവന്റെ മേല് കൈവച്ചു? എടാ, ഞാൻ ആരെയും വിശ്വസിച്ചിട്ടല്ല, ഞാൻ എന്നെ വിശ്വസിച്ചിട്ടാണ് ജീവിക്കുന്നതെന്ന് സച്ചി പറയണേ. ആദ്യം അവന്റെ കടങ്ങളെല്ലാം തീർക്കണം, പിന്നെ അവനുമായിട്ട് യാതൊരുവിധ ബന്ധവും പാടില്ല. അവനെ മുഖം കറുപ്പിച്ചിട്ട് നമുക്ക് എങ്ങനെയാടാ ഈ ജോലിയിൽ നിൽക്കാൻ വേണ്ടി പറ്റുക? അവനെയൊന്നും ഞാൻ ഭയക്കില്ലടാ. അവനെന്താ അതിന് മാത്രം വലിയ ആളാണോ? അതല്ല, ഞാൻ നോക്കിക്കൊള്ളാം, അത് വിട്ടേക്ക്. അങ്ങനെ അവരിരുന്ന് സംസാരിക്കുന്ന സമയത്താണ് കേട്ടോ സച്ചിയുടെ വിറ്റ കാറ് വരുന്നത്. എടാ, ഇത് നിന്റെ കാറല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ, അവരെന്തിനാ ഇങ്ങോട്ട് വന്നത്? അങ്ങനെ സച്ചി എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കണേ. സാർ നന്നായിട്ടിരിക്കുന്നു. ഇതാ ഈ സാറാണ് നമ്മുടെ കാറ് ശരിയായ സമയത്ത് വന്നിട്ട് മേടിച്ചെന്നുള്ള കാര്യം പറയാണേ. ഇല്ലായിരുന്നെങ്കിൽ എന്ത് നടക്കുന്ന അറിയില്ലായിരുന്നു എന്നൊക്കെ പറയും. അതിന് മാത്രം സച്ചി ഞാൻ എന്താ ചെയ്തത്? ഇതൊക്കെ ഇത്ര വലിയ കാര്യമായിട്ട് പറയാൻ? കാറ് വാങ്ങി അത്രയല്ലേ ഉള്ളൂ. അതല്ല സർ, ഞാൻ സൈൻ പോലും ചെയ്തിട്ടില്ലായിരുന്നല്ലോ. ആരാണെങ്കിലും കാശ് ചുമ്മാ തരുമോ? ഒരു അത്യാവശ്യം എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് സൈന് അത് ഇതെന്നൊക്കെ പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ? മനസ്സ് കാണാതിരിക്കാൻ വേണ്ടി പറ്റുമോ? ഇപ്പൊ അച്ഛൻ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛൻ നന്നായിട്ടിരിക്കുന്നു. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്.
നല്ല കാര്യം, നീ എനിക്ക് വണ്ടിയുടെ ബുക്കും പേപ്പറൊക്കെ തരാമെന്ന് പറഞ്ഞില്ലേ, ആ സാർ ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വാടകക്കാരന് എടുത്തിട്ട് കൊണ്ടെങ്ങാണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു പേപ്പറിനകത്ത് സൈൻ ചെയ്ത് കൊടുക്കണോ എന്നുള്ള കാര്യം കേട്ടോ. സച്ചി ആ പേപ്പർ ഭയങ്കര സങ്കടത്തോടു കൂടി മേടിച്ചിട്ട് സച്ചിയുടെ പഴയ കാറുണ്ടല്ലോ എന്ന് വെച്ചാൽ വിറ്റ് ആ കാറിന്റെ മേലെ വെച്ച് സൈൻ ചെയ്യാണ്. പക്ഷെ ആ ഒരു കാറിലേക്ക് നോക്കി ഇങ്ങനെ ചങ്ക് പൊട്ടുന്ന വേദനയിലാണ് സച്ചി സൈൻ ചെയ്ത് കൊടുക്കുന്നത്. സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം സച്ചി അദ്ദേഹത്തിന്റെ അടുത്ത് പറയുന്നുണ്ട്, സർ ഒരുപാട് നാളായി ഈ കാർ ഓടിച്ചിട്ട് ഒരു റൗണ്ട് പോയി വന്നോട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിനെന്താണ്, നീ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് വെച്ചോ എന്നിട്ട് നാളെ കാർ വന്നിട്ട് എടുത്തോളം ഞാൻ എന്ന് പറയുമ്പോൾ സർ അതൊന്നും വേണ്ട, ഞാൻ അവിടെ വരെ ഒന്ന് ജസ്റ്റ് ഓടിച്ചിട്ട് വരാം എന്ന് പറയുകയാണേ. അങ്ങനെ സച്ചി ആ കാർ ഓടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കീ കൊടുക്കുന്നുണ്ട്. സച്ചി അത് ഓടിച്ച് തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അങ്ങനെ സച്ചി ആകെ ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ. കാരണം ജീവനെ പോലെ കണ്ട ആ കാറാണല്ലോ സച്ചിക്ക് അരികിൽ നിന്ന് പോകുന്നത്. അങ്ങനെ ആ കാറ് പോകുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. താങ്ക്